മനസമാധാനം കിട്ടണം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്, മനസമാധാനം കിട്ടണമെന്നാണ്. അതുപോലെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അതൊക്കെ അതും നേടിയെടുക്കണം. ആത്മവിശ്വാസം തീരെയില്ല, അതും വേണം. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീങ്ങി എളുപ്പം കിട്ടണം, അതും വേണം. ഇതൊക്കെ ആഗ്രഹിക്കുന്ന ചില സംഗതികളാണ്. ഈ സാധുവായ എന്നോടും പലപ്പോഴും പല ആളുകളും ഇതൊക്കെ ചോദിച്ചിട്ട് സാർ ഇതിനൊക്കെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിക്കുന്ന വിഷയമായതുകൊണ്ട് ചോദിച്ചാണ്. മനസമാധാനം ലഭിക്കാൻ, ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയമുണ്ടാകാൻ, ആത്മവിശ്വാസം വർദ്ധിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് വരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ നീങ്ങിയിട്ട് എളുപ്പം ലഭിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഞാനൊരു കുഞ്ഞൻ ദുആ പറഞ്ഞു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിത്തന്ന, അവിടുന്ന് പഠിപ്പിച്ചു തന്ന വളരെ മനോഹരമായൊരു ദിക്റാണ്. പലപ്പോഴും നമ്മുടെ ചാനലിൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല ദിക്റുകൾ പറയുന്ന കൂട്ടത്തിൽ ഈ ഒരു ദിക്ർ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ആ ദിക്ർ മാത്രം ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഫത്ഹ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ദിക്ർ നമുക്കുള്ളതാണ്, നമുക്ക് ചൊല്ലാൻ പറ്റിയതാണ്, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കുക. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഒന്ന് രേഖപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ദുആ വസിയത്തുകൾ, അതുപോലെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഈ വീഡിയോസ് ഒന്ന് എത്തിച്ചു കൊടുക്കുക. കാരണം ചെയ്യുന്ന ഷെയറുകൾക്കൊക്കെ വലിയ പ്രതിഫലം അവർ ചൊല്ലുന്ന ആളുകളുടെ കൂലി കൂടെ നമുക്ക് ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لام. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. എല്ലാവർക്കും സന്തോഷമല്ലേ, സുഖമല്ലേ, സമാധാനമാണ് എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു അത്തരത്തിലാക്കി തരട്ടെ. അപ്പോൾ ആ കൂട്ടത്തിൽ ചിന്തിക്കുന്നുണ്ടാവും പല ആളുകളും, ഉസ്താദേ സമാധാനം എന്താണ് എന്ന് അറിഞ്ഞിട്ട് കുറേ നാളുകളായി എന്ന്, സമാധാനം എന്താണ് എന്ന്, മനസ്സമാധാനം എന്താണ് എന്നറിഞ്ഞിട്ട് നാളുകളായി എന്ന് പരാതി പറഞ്ഞ എത്രയോ ആളുകളുണ്ടെന്നറിയോ? സമാധാനമായി ഒന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസങ്ങളായി, സമാധാനമായിട്ടൊന്ന് കളിചിരിയിൽ മക്കളുമായിട്ട് കുടുംബവുമായിട്ടൊക്കെ ഒന്ന് സന്തോഷം പങ്കിട്ടിട്ട് എത്ര നാളുകളായി എന്ന് ഒരു സങ്കടം പറഞ്ഞ ആളുകൾ, അത് പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ. ഞാൻ ഈ തുടക്കത്തിലൊരു കാര്യം ഓർമ്മപ്പെടുത്താം. ഈ പ്രവാസികളായ ആളുകളുടെ കുടുംബക്കാരുണ്ടാവും നാട്ടിൽ, അല്ലേ, ഭാര്യമാർ, കുടുംബാദികളൊക്കെ. പലപ്പോഴും നിങ്ങളുടെ ഭാരവും അതുപോലെ ടെൻഷനും അങ്ങനത്തെ സംഗതികളൊക്കെ ഇറക്കി വെക്കുന്നത് അവരുടെ മേലാണ്, അവരുടെ മേലെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, എത്രയോ വലിയ പ്രഷറിൽ കഴിയുന്ന ആളുകളുണ്ടെന്നറിയോ ഈ പ്രവാസ ലോകത്ത്. നമ്മൾ വിചാരിക്കും അവിടുത്തെ ആ ചുറ്റുപാടിൽ വലിയ ലാവിഷായിട്ടാണ് ജീവിക്കുന്നത്. അല്ല, ഒരു നേരത്തെ ഭക്ഷണം കൃത്യമായി കഴിക്കാൻ പോലും മനസമാധാനമില്ലാത്തത്ര ആളുകൾ ഈ സാധുവായി എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് സങ്കടം പറയുന്ന ആളുകൾ എത്ര ആളുകളുണ്ടെന്നറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ പ്രവാസികളായ ആളുകളുടെ കുടുംബക്കാരൊക്കെയാണ്, നാട്ടിലുള്ളവരാണെങ്കിലും ഇപ്പോൾ പ്രവാസികളെന്ന് പറയാൻ കാരണം അവർ നമ്മുടെ കൺവെട്ടത്തില്ല, ദൂരത്താണ്. നാട്ടിലുള്ളവരാകുമ്പോൾ അവരെ നമുക്ക് നേരിട്ട് കാണാനും അവരോട് ആശയവിനിമയങ്ങളൊക്കെ നേരിട്ട് നടത്താനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നേരിട്ട് ഡയറക്റ്റ് ഉള്ളത് കൊണ്ട് അതിനേക്കാളൊക്കെ വലിയ പ്രഷർ അനുഭവിക്കുന്നവരാണ് പ്രവാസ ലോകത്ത് ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവരോടൊക്കെ ഒരു അനുകമ്പ നമ്മൾ കുടുംബാദികൾ കാണിക്കേണ്ടതുണ്ട്. എല്ലാ ഭാരങ്ങളും കൊണ്ട് തട്ടാനുള്ള ഒരു മേഖല അല്ല അത് എന്ന് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് സാധാരണമായി പറഞ്ഞതാണ്, മനസമാധാനം ലഭിക്കുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണല്ലേ. ജീവിതത്തിൽ ഞാനൊരു 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഒരു 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ ഉതകുന്ന ഒരു കുഞ്ഞൻ ദിക്ർ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അത് ഈ പ്രവാസ ലോകത്തുള്ളവരാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും എല്ലാവർക്കും ചെല്ലാൻ പറ്റിയതാണ് ഇൻഷാ അല്ലാഹ്. 1, ജീവിതത്തിൽ വിജയം ലഭിക്കാൻ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ വിജയം ലഭിക്കാൻ. 2, ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങിയിട്ട് നമുക്ക് എളുപ്പം ലഭിക്കാൻ. ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് നമുക്ക് വലിയ എളുപ്പം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ളതാണ്. 3, ആത്മവിശ്വാസം വർദ്ധിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നു, ഒരു പുതിയ മേഖലയിലേക്ക് കിടക്കുന്നു, ഒരു ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ജോലിയിൽ പങ്കെടുക്കുന്നു, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഡൻസ്, നമുക്കൊരു ആത്മവിശ്വാസം വേണം, എനിക്കത് ചെയ്താൽ വിജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം വർദ്ധിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനുള്ളത് പറഞ്ഞുതരാം. മനസമാധാനം ലഭിക്കാൻ, അതാണ് മെയിനായിട്ട് വേണ്ടത്. ഹുസിന് കൽബിലുള്ള വിഷമങ്ങൾ, ഖേദങ്ങൾ, ദുഃഖങ്ങളൊക്കെ നീങ്ങിയിട്ട് മനസ്സമാധാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് വഴിയുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, നമ്മൾ മനസ്സിൽ കരുതിയ ഒരു ലക്ഷ്യം ഉണ്ടാവില്ല, ഇന്ന കാര്യം എനിക്ക് നടന്നു കിട്ടണം, ഇന്ന കാര്യം സാധിച്ചു കിട്ടണം, ആ ലക്ഷ്യം നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എളുപ്പമായി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ദിവസവും ഏറ്റവും കുറഞ്ഞത്
3 തവണയോ ഇനി അതിനേക്കാൾ കൂടുതൽ 7 തവണ ചൊല്ലാൻ പറ്റുമോ അങ്ങനെ ചെയ്യില്ല. ഇനി അതല്ല 11 തവണ ചൊല്ലാൻ പറ്റുമോ അങ്ങനെ ചെയ്യില്ല. കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 3 തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. അതുപോലെ നിസ്കാരത്തിന് ശേഷം ചൊല്ലാൻ ശ്രമിക്കുക. ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്ർ നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുക. നമ്മൾ ചെല്ലുന്നതിൽ ഏറ്റവും കൂടുതൽ ഫضل ലഭിക്കുക, ശ്രേഷ്ഠത ലഭിക്കുക, കാര്യം നടന്നു കിട്ടുക നിസ്കാരങ്ങൾക്ക് ശേഷം ചെല്ലുന്നതായിരിക്കും. 3-മത്തത് പൂർണ്ണ യഖീനോടുകൂടി ചെല്ലാൻ ശ്രമിക്കുക. അതായത് ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഉറപ്പായും ഫലം ലഭിക്കുമെന്ന നല്ല പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുക. കാരണം പലപ്പോഴും സംശയം വെച്ചുകൊണ്ട് സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് നമ്മൾ ദിക്റുകളും ദുആയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലം കിട്ടൂല, അത് ഉറപ്പാണ്. കാരണം ചെയ്തു നോക്കട്ടെ, കിട്ടിയാലായി, കിട്ടിയാൽ കിട്ടി അങ്ങനെ ഉണ്ടല്ലോ, കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ചട്ടി എന്നുള്ള രൂപത്തിൽ ആ രൂപത്തിലാകാൻ പാടില്ല. നമുക്ക് ഉറപ്പായും ലഭിക്കും യഖീനോട് കൂടിയിട്ട് എന്ത് ചെയ്യുക. കാരണം ഇത് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു ദിക്റാണ്, നബി തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു ദുആയാണ്, അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. എന്ത് ചോദിച്ചാലും കിട്ടുന്ന യജമാന റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും എന്ന ഉറപ്പ് കൽബിലുണ്ടാകണം. 4-മത് നിരന്തരമായി ദായിമായി ചെയ്യാൻ ശ്രമിക്കുക. അത് എന്ത് ചെയ്യുക, ഇതിൽ പ്രധാനമാണ്. കാരണം നമ്മൾ എന്ത് അമല് ചെയ്താലും അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളി. എന്ത് അമല് ചെയ്താലും ദായിമായി ചെയ്യുന്നുണ്ടോ ആ കാര്യം ചെയ്തിട്ട് റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫലം കിട്ടുമെന്നാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എല്ലാ ദിവസവും 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾ, ഉദാഹരണം പറയാം, എല്ലാ ദിവസവും 2 റക്അത്തേ നിസ്കരിക്കുള്ളൂ. അയാൾ എല്ലാ ദിവസവും മുടങ്ങാതെ നിസ്കരിക്കും. വേറൊരാളുണ്ട്, അയാൾ തോന്നുമ്പോൾ സല്യ, പക്ഷേ നിസ്കരിക്കുന്ന സമയത്ത് 10-20 ഒക്കെ നിസ്കരിക്കും. 20 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾ. എന്നാൽ അള്ളാഹ്ക്ക് ഈ കൂട്ടത്തിൽ ഏതാ ഇഷ്ടമെന്നറിയോ? റബ്ബിന് ഏറ്റവും ഇഷ്ടം. നബി തങ്ങൾ പറയാണ് ഈ 2 റക്അത്ത് ദിവസവും നിസ്കരിക്കുന്ന ആളെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന്. അതെന്താ 20 റക്അത്ത് കൂടുതലല്ലേ? അല്ല, കൂടുതലായതുകൊണ്ടല്ല, മറിച്ച് വല്ലപ്പോഴും നിസ്കരിക്കുന്ന ഇബാദത്തുകളേക്കാൾ ഏറ്റവും അള്ളാഹുക്ക് ഇഷ്ടമുള്ളത് എല്ലാ ദിവസവും ചെയ്യുന്ന ദായിമായി ചെയ്യുന്നതിനാണ്. അത് കുറഞ്ഞത് കല്ല എത്ര കുറഞ്ഞതാണെങ്കിലും ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ദിക്ർ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലാൻ ശ്രമിക്കുക. ദിവസം 3 തവണ ചൊല്ലിയാൽ മതി, അല്ലെങ്കിൽ 7 തവണ ചൊല്ലിയാൽ മതി. ഇനി അതിൽ കൂടുതൽ ചെല്ലാം 11 തവണ ചെല്ലാൻ പറ്റും, ആയിക്കോട്ടെ. ഇനി 100 തവണ ഒരാൾക്ക് ചെല്ലാൻ പറ്റും, അതും ചൊല്ലിക്കോ, കുഴപ്പമില്ല. ഏറ്റവും കുറഞ്ഞത് 3 തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കാം. ഇതാണ് ദുആ. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا جئت سهلا. ഒന്നുകൂടെ, اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم لا سهل إلا ما جعلته سهلا. അല്ലാഹുവേ, നീ കാര്യങ്ങളെ സഹിലാക്കി തന്നാൽ, എളുപ്പമാക്കി തന്നാലല്ലാതെ ഒരു കാര്യങ്ങളും എളുപ്പമാവുകയില്ല. നീ എന്തെങ്കിലും ഒരു കാര്യം എളുപ്പമാക്കി തന്നാലല്ലാതെ ഒരു കാര്യവും എളുപ്പമാവില്ല. വഅന്ത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹല. നീ ഒരു കാര്യം, നീ ഒരു ഖേദം, വിഷമമുള്ളൊരു സംഗതി, പ്രയാസമുള്ളൊരു സംഗതി നീ ഉദ്ദേശിച്ചു അത് എളുപ്പമായി കിട്ടാൻ, എന്നാൽ അത് എളുപ്പമായി കിട്ടും. നീ അത് എളുപ്പമാകാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത് നീങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല, മനസമാധാനം വേണ്ട എന്നാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ കിട്ടുകയില്ല, അത് വേറെ കാര്യം. എന്നാൽ നിനക്ക് മനസമാധാനം നൽകാൻ പറ്റുന്നവനാണ്, അതിന് കഴിയുന്നവനാണ്. നീ മനസമാധാനം നൽകണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നീ എനിക്ക് മനസമാധാനം നൽകും. അതുകൊണ്ട് എന്ത് ചെയ്യണം, എൻ്റെ കൽബിനൊരു സമാധാനത്തും ഇനിയത്ത് നൽകണേ അല്ലാ, എൻ്റെ കാര്യങ്ങൾക്കൊരു എളുപ്പം നൽകണേ അല്ലാ, എൻ്റെ ജീവിതത്തിൽ വലിയ റാഹത്തും സന്തോഷവും നൽകണേ അല്ലാ. ഈ ഒരു ദുആഇനെ നിങ്ങൾ പതിവാക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. ചൊല്ലിക്കൂടെ ഇൻഷാ അല്ലാഹ്, ജീവിതത്തിൽ പതിവാക്കിക്കൂടെ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുമാറാകട്ടെ. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഇബാദത്തുകൾക്ക്, അമലുകൾക്കൊക്കെ അള്ളാഹു വലിയ ഫലം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ആരെങ്കിലും ഒരാളിത് ചൊല്ലിയാൽ അവർ ചൊല്ലിയതിൻ്റെ കൂലിയും കൂടെ നമുക്ക് ലഭിക്കും, അവർക്ക് കൂലി ലഭിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കൂലി നമുക്കും കൂടെ എന്ത് ചെയ്യും, അള്ളാഹു നൽകും. അള്ളാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. വീഡിയോ മുഴുവനായി കേട്ടവരൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഉപകരിക്കും അത് ഇൻഷാ അല്ലാഹ് കേട്ടോ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.